ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു RTM1. നമ്മൾ കുറച്ചായി ഒരു ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. പക്ഷേ നമ്മൾ എത്ര വീഡിയോ പ്ലാൻ ചെയ്ത് എഡിറ്റ് ചെയ്തിടുമ്പോഴേക്കും യൂട്യൂബ് അതങ്ങ് ഷോർട്സിലേക്ക് മാറ്റിയിടുകയാണ്. എന്ത് ചെയ്യാനാണ്. എനിവേയ്സ് ഇന്ന് നമുക്കതിന് പറ്റിയൊരു ദിവസമാണ്. ഇന്ന് നമുക്ക് 2 ചോക്ലേറ്റ് ബൊക്കെ ചെയ്യാനുണ്ട്. അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള നല്ല ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കരുതി ഒരു വീഡിയോ ആയിരിക്കാം എന്നുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ചോക്ലേറ്റ് ബൊക്കെ ചെയ്യാൻ ഒയാസിസ് സ്പോഞ്ചിനേക്കാളും ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഇതുപോലുള്ള ഒരു സ്പോഞ്ചാണ് കേട്ടോ. ഒയാസിസ് ആകുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞു പോകും. പിന്നെ അത് റാപ്പ് ചെയ്ത് വൃത്തിയാക്കി വരുമ്പോഴത്തേനും സമയം ഒരുപാട് എടുക്കും. സോ നമ്മൾ ഈ തരത്തിലുള്ള കട്ടിയുള്ള സ്പോഞ്ചാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതിയപ്പോഴേക്കും ഞാൻ ചോക്ലേറ്റ്സൊക്കെ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് പോയി. അതായത് നമ്മൾ ഏതൊക്കെ ചോക്ലേറ്റ്സ് ആണോ ഒരുമിച്ച് വെക്കുന്നത്, ഒരുപോലെ റോയിൽ വെക്കുന്ന ചോക്ലേറ്റ്സ് ഒരുമിച്ച് വെച്ചിട്ട് താഴേക്ക് 2 സ്റ്റിക്കും അതുപോലെ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിലൊരു സ്റ്റിക്കും വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അത് ഇതുപോലെ എടുക്കാനും സ്റ്റിക്ക് നേരെ സ്പോഞ്ചിലേക്ക് ഇറക്കി കൊടുക്കാനും നല്ല സുഖമായിരിക്കും. അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് മെല്ലെ മെല്ലെ നമ്മൾ ആ സ്പോഞ്ച് കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്താൽ മതി. ആ പ്രോസസ്സ് വളരെ സിമ്പിളാണെന്ന് കരുതാം. പക്ഷേ കുറച്ച് നമ്മൾ ഈ ഒട്ടിക്കുന്നത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ വെക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഒട്ടിക്കുന്നത് കറക്റ്റാണെങ്കിൽ കറക്റ്റ് ആ ചോക്ലേറ്റിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് ആ ബൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയായിരിക്കും. ഓരോ ചോക്ലേറ്റിനും സ്റ്റിക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ പണിയെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഇങ്ങനെ തിരിഞ്ഞു പോകാനുള്ളൊരു വഴിയുണ്ട്. പലരും ബൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ചോക്ലേറ്റ് ഇങ്ങനെ തിരിഞ്ഞ് ഫ്ലിപ്പ് ചെയ്ത് കിടക്കുന്നത്. അപ്പം അത് ഫ്ലിപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ബാക്കിലൊരു സ്റ്റിക്ക് ലെവലാക്കി ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു സ്റ്റിക്ക് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റ് നിന്നിട്ടില്ലെങ്കിൽ അതിങ്ങനെ ചാടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റിക്കർ അത്യാവശ്യം വീതിയിലും നീളത്തിലും 2 ഭാഗത്തേക്കും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോഴേ വൃത്തിയിൽ കിട്ടുള്ളൂ. അതായത് നമ്മൾ വലിക്കുമ്പം അത് പക്ഷേ ലൂസായി പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കെയറായി ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ള പണിയുള്ളൂ. പിന്നെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കലാണ്. ഫ്ലവേഴ്സിൻ്റെ ബഞ്ച് ഉണ്ടാവില്ല, ബഞ്ചസിൽ നിന്ന് 1, 2, 3 ഫ്ലവേഴ്സൊക്കെ ബൊക്കെയൊക്കെ ആവശ്യമുണ്ടാവുള്ളൂ. ചോക്ലേറ്റ് ബൊക്കെ ആകുമ്പോൾ അധികം ഫ്ലവേഴ്സ് അല്ലല്ലോ, നമ്മളധികം ചോക്ലേറ്റ്സ് അല്ലേ യൂസ് ചെയ്യുക. ഈ ഒരു സ്റ്റിക്കർ വെച്ചിട്ടാണ് എല്ലാം ഒട്ടിക്കുക. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. മറ്റേ കാപ്പി ആവുന്ന സമയത്ത് കാപ്പി കളർ ടാപ്പൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തേക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് ബൊക്കയിൽ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ലൂസായി പോരുന്നത് പിന്നെ ടൈറ്റാക്കി നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ ഭാഗവും സെക്യൂറായിട്ട് അതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ സൈഡൊക്കെ ഒട്ടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന സമയത്തും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പലതും നമ്മൾ കൊറിയർ അയക്കുന്ന സമയത്ത് ആ ഒരു ഷേപ്പില്ലാതായി പോകാനും അത് കാരണം. അതുകൊണ്ട് സൈഡൊക്കെ നല്ലപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പ്ലെയർ വെച്ചിട്ട് ബൊക്കയിൽ നിന്ന് ലീഫ് അടക്കം ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പ്രത്യേക ഭംഗി ഉണ്ടാകും. ഫ്ലവർ വെക്കുന്ന സമയത്ത് ഒരു ഒറിജിനാലിറ്റി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഉള്ള സംഭവങ്ങളൊക്കെ അതിലേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ബൊക്കയ്ക്കുള്ള ചോക്ലേറ്റ്സൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബൊക്കെ റാപ്പിംഗ് വളരെ സിമ്പിളായിട്ട് തോന്നും. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ള ഇതിലും കുറച്ച് വലിയ ബൊക്കെയാണ്. ഒരു 4 ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് വന്നിട്ടുള്ള ഒരിതാണ്. അപ്പോൾ സ്നിക്കേഴ്സ്, സിൽക്ക്, ബൗണ്ടി, അതുപോലെ കിൻഡർബ്യൂണാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ബൊക്കെയാണ്. ഇതും അതുപോലെ അറേഞ്ച് ചെയ്യുന്നതാണ്. സോ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഇതൊരു ഓക്കെ ഓപ്ഷനാണെന്ന് തോന്നുന്നു. അടിയിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്പോഞ്ചിന് സൈസ് അത്യാവശ്യം വലിപ്പം വയ്ക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ബാലൻസ് ചെയ്യാൻ നല്ല പണിയായിരിക്കും. ഈ ബൊക്കെ ഒലഞ്ഞ് കളിക്കുക പോലെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത പോലെ നമുക്ക് തോന്നുന്നതാണ്. അപ്പം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്പോഞ്ചിൻ്റെ സൈസ് കുറച്ച് കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇനി വേണ്ട ഈ ഇടയിൽ വെക്കുന്ന പോലെ ഇതുപോലെ നമ്മൾ ചോക്ലേറ്റ് അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ ബൗണ്ടി പോലെ വലിയ ചോക്ലേറ്റ്സ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പകുതി വരെയെങ്കിലും സ്റ്റിക്ക് വെച്ച് ഒട്ടിക്കാൻ ശ്രമിക്കുക. അതായത് ഈ ബൗണ്ടിയൊക്കെ എന്ന് പറയുന്നത് 2 ചോക്ലേറ്റ്സ് ആണ് ഒരു കവറിൽ വരിക. അപ്പം അതിന് തീരെ സ്റ്റെബിലിറ്റി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഹാഫിൽ സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ ആ സ്റ്റിക്ക് എന്ന് വെച്ചാൽ നമ്മൾ താഴെ വെക്കുന്ന ഫ്ലവേഴ്സ് കൊണ്ടോ അതുപോലെ മുകളിലും താഴെ വെക്കുന്ന ചോക്ലേറ്റ്സ് കൊണ്ടൊക്കെ കവർ ചെയ്ത് പോകുന്നതാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടാൻ പലപ്പോഴും ചാൻസ് കിട്ടാറില്ല. സോ അധികം വരുന്നത് അർജൻറ്റ് ഓർഡേഴ്സ് ആയിരിക്കും. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഓർഡേഴ്സ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതൊന്ന് ഇതുപോലെ ഹോം ഡെലിവറി ആയിരുന്നു. നമ്മളെ അടുത്ത മുക്കത്തേക്കുള്ളതായിരുന്നു ഹോം ഡെലിവറി എന്ന് വന്നിട്ടുള്ളത്. അതും അതിൻ്റെ കൂടെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അവിടെ കൊണ്ടുകൊടുത്തിട്ട് ഹോം ഡെലിവറി ചെയ്തിട്ടുള്ളതായിരുന്നു.
നമ്മൾ അരീക്കോടാണ് പ്രോപ്പർ പ്ലേസ് വരുന്നത്. എൻ്റെ വീട് അരീക്കോട് കുറ്റൂളി ഭാഗത്താണ്. ഹസ്ബൻഡിൻ്റെ വീട് വരുന്നത് വടക്കുമറി ഏരിയ. അരീക്കോട് മലപ്പുറം ജില്ലേൻ്റെ ബോർഡറിൽ ഈ ഒരു ഏരിയയിൽ, അരീക്കോട് മുക്കം ഏരിയയിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്നതാണ്. കോഴിക്കോട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ നമ്മൾ റിക്വയർഡ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ഓരോ ഏരിയയിലും ചെയ്യുന്നുണ്ട്. സോ ഡു കോൺടാക്ട് അസ് ഫോർ മോർ. പിന്നെ ഈ ഒരു സെക്കൻഡ് ബൊക്കെ വന്നിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത് ചൂളാട്ടിയാണ്. അത് നമ്മൾ ഡെലിവറി ചെയ്ത എല്ലാ ആൾ വന്ന് പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ പിക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓർഡറാണ്. നമ്മൾ തന്നെ ചെയ്തൊരു ബൊക്കേൻ്റെ ഒരു റെഫറൻസ് പിക്ക് അയച്ചിട്ട് ചെയ്തതായിരുന്നു. ഈ റോസ് ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് വേണമെന്ന് പറഞ്ഞ ആൾക്ക് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം പ്രീമിയം ആയിരിക്കണം, ഈ ഇതുപോലെയുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബൊക്കെയാണ്. അപ്പോൾ അത് 2 ബൊക്കേൻ്റെയും ഇതുപോലുള്ള സ്പോഞ്ചിലുള്ള അറേഞ്ച്മെൻറ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നമ്മൾ എത്രമാത്രം നീറ്റായിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതൊന്ന് നോക്കി നോക്കും. നമുക്ക് ബൊക്കെ റാപ്പിംഗ് മാത്രമാണ് ബാക്കിയുള്ള ഒരു പണി എന്ന് പറയുന്നത്. നമ്മൾ അധികം സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യൽ ഇതാണ്. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് എന്തെങ്കിലും ഒരു പാത്രം വെക്കും, പാത്രത്തിൻ്റെ മുകളിൽ ഹൈറ്റുള്ള ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. ബൊക്കെ മേക്കിങ്ങിൽ അടുത്ത കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ ഏത് റാപ്പിംഗ് ഷീറ്റ് യൂസ് ചെയ്യുന്നുള്ളത്. നമ്മൾ ബൾക്കായിട്ടാണ് റാപ്പിംഗ് ഷീറ്റ്സ് എല്ലാം എടുക്കാറുള്ളത്. പല പല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളതും ഡിസൈൻസിലുള്ളതും അവൈലബിൾ ആണ്. പ്രീമിയം ലെവൽസിലുള്ള എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സ്റ്റിക്കറാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാറുള്ളത്. ബൾക്കായിട്ട് ഞാൻ എടുത്ത് വെക്കാറാണ്. പല താങ്ക് യു കാർഡ് അതൊക്കെ നമ്മൾ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. ഒരു കട്ട് പീസസ് പോലും നമ്മൾ വെറുതെ കളയാറില്ല. പക്ഷേ ഏത് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അതൊക്കെ കൊള്ളിക്കുന്നതാണ്. സോ എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ പ്രീമിയം ബൊക്കെ ആയതുകൊണ്ട് തന്നെ 2 പ്രീമിയം ഷീറ്റ്സാണ് ഇതിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഗ്ലിറ്ററിങ് വരുന്ന ഒരു സൈഡിൽ ഡബിൾ കളേർഡ് ആയിട്ട് വരുന്ന ഒരു ബൊക്കെ ഷീറ്റാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം റാപ്പിംഗ് തുടങ്ങിയത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മളിവിടെ സ്റ്റിക്കർ ഒട്ടിക്കാറുണ്ടായിരുന്നു. അപ്പം സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റാപ്പിംഗ് ഒന്നും കൂടി എളുപ്പമാവുന്നതാണ്. ഈ ബൊക്കെ ഷീറ്റ് നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കാൻ ആദ്യം കുറച്ച് പാടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന സമയത്ത് അത് കറക്റ്റ് നിന്ന് കിട്ടുന്നതാണ്. നിന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റിക്കർ ആദ്യം തന്നെ നമ്മൾ സ്പോഞ്ചിൽ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് തീരെ വീതി കുറഞ്ഞ ഒരു 1/2 ഇഞ്ചിലുള്ള ഒരു സ്റ്റിക്കർ വെച്ചിട്ട് നമ്മൾ നല്ല റൗണ്ട് ചെയ്ത് കൊടുക്കും. പിന്നെ സ്റ്റിക്കർ കൊണ്ട് ഓരോ ഷീറ്റും നമ്മൾ റൗണ്ട് ചെയ്ത് സെക്യൂർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റിക്കർ ഒട്ടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പീസസ് ഒട്ടിക്കുന്ന സമയത്ത് നമുക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത പോലെ തോന്നാറുണ്ട്. സോ നമ്മൾ ഇത് മൊത്തമായിട്ട് റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊരു ബേസ് ആയിട്ടുണ്ട്. ഇനി ഓരോ പീസസ് എടുത്തിട്ട് നമ്മളിങ്ങനെ സൈഡിൽ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ബൊക്കെ ഷീറ്റ്സൊക്കെ കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് മടക്കി വെച്ച് അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കത്തി കൊണ്ട് മെല്ലെ പിടിച്ചിങ്ങനെ വരയ്ക്കാവുന്നുള്ളൂ. നമ്മൾ പേനക്കത്തിയാണ്. അത്രയും സ്മൂത്തായിട്ട് നമുക്ക് കട്ടായി കിട്ടും. ആ മടക്ക് കറക്റ്റല്ല, കത്തി പിടിച്ച് കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. ആ പേനക്കത്തി ഭയങ്കര ഡേഞ്ചറാണ്. എനിക്കൊന്ന് 2 വട്ടം മുറി വെച്ചിയതാണ്. അപ്പോൾ നമ്മൾ കെയർ ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബൊക്കെ റാപ്പ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദിക്കാം. നമ്മളെ വാട്സപ്പ് ഈ കറണ്ടായിട്ട് കുറച്ചായിട്ട് അവൈലബിൾ അല്ല. ആ നമ്പർ നമ്മൾ റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പണികളിലാണ്. അപ്പം അത് കഴിഞ്ഞോട്ട് തന്നെ നമ്മൾ വാട്സപ്പ് ആക്റ്റീവായി വരും. കാരണം ഒരുപാട് പേര് നമ്മളെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു വരുന്നുണ്ട്. സോ അവർക്കുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൻ്റെ റാപ്പിംഗ് ഒന്ന് കംപ്ലീറ്റ് കണ്ടു നോക്കുക. വീട്ടിൽ നിന്നാണ് ബൊക്കെ ചെയ്യാറ്. നമുക്ക് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് അരീക്കോടാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നില്ല. വീട്ടിൽ വന്ന് ഓർഡർ പിക്കപ്പ് ചെയ്യാനുള്ളവർക്ക് അങ്ങനെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതല്ല എത്തിച്ചോട് കൊറിയർ ത്രൂ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. പിന്നെ കൊറിയർ സർവീസൊക്കെ അനുസരിച്ചിരിക്കും ബൊക്കറ്റ് അവിടെ എത്തുമ്പോൾ ഉള്ള നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ. കാരണം ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ബോക്സൊക്കെ അവർ ക്യാരി ചെയ്യുന്നതിനനുസരിച്ചുണ്ടാവും ബൊക്കേൻ്റെ നീറ്റ്നെസ്സും കാര്യങ്ങളും വരുന്നത്.
ഇത് നമ്മൾ ഫസ്റ്റ് ബുക്കിൻ്റെ പണി ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി താഴേക്കുള്ള വേറെ ചെയ്യുന്ന പരിപാടികൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോഴാണ് കോൾ വരാൻ തുടങ്ങിയത്. ഫസ്റ്റ് ചെയ്യേണ്ടത് മറ്റേ ബുക്കായിരുന്നു. ആൾ പിക്കപ്പിന് വന്നാലോ എന്ന് ചോദിച്ചു. പക്ഷേ നമുക്ക് അതിന് സംഭവം കംപ്ലീറ്റ് ആവാത്തുണ്ട്. ഒരു അരമണിക്കൂർ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത അരമണിക്കൂറിൽ നമ്മൾ ആൾ വരുന്ന സമയം കൊണ്ട് അടുത്തതും ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ബൊക്കേൻ്റെ റാപ്പിംഗ് ഈ ഷീറ്റല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, വേറെ ഷീറ്റാണ് അടുത്ത ബൊക്കേക്ക് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി ഗോൾഡൻ കളറിലുള്ളതാണ് ഇത്. നമ്മൾ ഇതിന് കൂട്ടത്തിൽ വേറെ ഒരു ഹാമ്പർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു ഹാമ്പറിലേക്ക് മാച്ചിങ് ആയിട്ടാണ് ഈ ഒരു കളർ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു ബാഗ് ഹാമ്പർ ആയിരുന്നു. സോ അതിൻ്റെ ഒരു കളറിലേക്ക് ഏകദേശം മാച്ചിങ് തീമായിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷൻ ഓഫ് ബൊക്കെ ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ പൊന്നിച്ച് തിരിച്ച് സെല്ലോ ടാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൊക്കേൻ്റെ താഴ്ഭാഗം ഒന്നുകൂടി ഇങ്ങനെ പൊന്തി നിൽക്കും. പൊന്തി നിൽക്കുന്ന ബൊക്കെ കാണാനാണ് ഒന്നുകൂടി ഭംഗി തോന്നി. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇതാണ് നമ്മളെ ഫസ്റ്റ് ബുക്കിൻ്റെ വർക്ക്. ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളെ സ്റ്റിക്കർ ഒട്ടിക്കാനും പിന്നെ റിബൺ കെട്ടാനും കൂടിയേ ബാക്കിയുള്ളൂ. വർക്ക് ഏകദേശം ആയപ്പോഴേക്കും മറ്റേ ബുക്ക് പിക്കപ്പിന് വരാനായോ എന്നുള്ള കോൾ വന്നായിരുന്നു. നമ്മളൊരു ഹാഫ് ആൻ അവർ കൂടി ചോദിച്ചു. ഹാഫ് അവറിൽ അവർ വരുമ്പോഴേക്കും നമ്മൾ അടുത്ത വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ചൂസ് ചെയ്ത് ഈ ഒരു ബൊക്കെ ഷീറ്റ് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന്. അത് മുൾഭാഗം ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഷീറ്റ് പുതിയ പാക്കായിരുന്നു. പൊട്ടിച്ച് ഓപ്പണാക്കി നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ബൊക്കയിലേക്ക് ഒരു വൃത്തിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മാറ്റിയാണ് ഉണ്ടായത്. ഈ ബൊക്കെ ഷീറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഒരു വേറെ വെറൈറ്റി ഒരു ഗ്ലോസി ടൈപ്പാണ് പുറം ഭാഗം വരുന്നത്. ഉൾഭാഗം ഒരു മാറ്റായിട്ടാണ് വരുന്നത്. നമുക്ക് രണ്ട് സൈഡും മാറ്റി മാറ്റി യൂസ് ചെയ്യാം. പക്ഷേ ഇതിലേക്ക് അത് നമുക്ക് അത്ര അട്രാക്റ്റീവായിട്ട് തോന്നാത്തത് കൊണ്ട് നമ്മൾ ഇത് ചേഞ്ച് ചെയ്യാണ് ഉണ്ടായത്. തമ്മിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ടും രണ്ട് ഡിസൈനായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷീറ്റ് നമുക്ക് അത്ര മെന തോന്നിയില്ല. അപ്പോൾ നമ്മൾ നേരെ സ്വിച്ച് ചെയ്ത് നേരെ ഗോൾഡൻ ഷീറ്റ് ഉണ്ടായിരുന്നു. ഗോൾഡൻ ഡബിൾ കളറിൽ വരുന്ന മറ്റൊരു ഷീറ്റ് ഉണ്ടായിരുന്നു. അതെടുത്തിട്ടുള്ളത് ഒരു സൈഡ് ഗോൾഡനും ഒരു സൈഡ് ഒരു ക്രീം ഷെയ്ഡും വരുന്ന ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു. ഇതും പുതിയ പാക്ക് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പൊട്ടിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 to 4 ഷീറ്റ് ഒരു നോർമൽ ബൊക്കേക്ക് നമുക്ക് എങ്ങനെയായാലും വേണ്ടി വരും. പിന്നെ നമ്മൾ സൈസ് കൂട്ടുന്നതിനും കുറക്കുന്നതിനനുസരിച്ചുണ്ടാവും. സൈസ് പിന്നെയും കൂട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 to 6 വേണ്ട ഒരു എൻഗേജ്മെൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബിഗ്ഗർ സൈസ് ബൊക്കേക്ക് അതിലേറെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബൊക്കെ നമ്മൾ ഷീറ്റ് എത്രമാത്രം യൂസ് ചെയ്യുന്നു, എത്രമാത്രം ഫ്ലഫി ആൻഡ് നമ്മൾ ഷീറ്റ് ഒരു നല്ല വിങ്സ് പോലെയൊക്കെ വെച്ച് കൊടുക്കുന്നു, അതിനനുസരിച്ചാണ് ഒരു ബൊക്കേൻ്റെ ഭംഗി ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ പേഴ്സണലി എനിക്ക് ഒന്നും കൂടി ബിഗ്ഗറാക്കി ബൊക്കേസ് ചെയ്യാനാണ് താല്പര്യം. പക്ഷേ കൊറിയർ അയക്കുന്ന സമയത്ത് ഒരുപാട് ഷീറ്റ് ഓവർ വന്നു കഴിഞ്ഞാൽ അതൊക്കെ മടങ്ങി ചുളുങ്ങി പോവാറുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വഴിയയച്ച് നമ്മൾ കൊറിയർ അയക്കുന്ന ബൊക്കേസ് പലതും ചെറുതാക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. ഈ ഒരു ബൊക്കെ ഷീറ്റ് അത്യാവശ്യം പ്രീമിയം ലെവലിൽ വരുന്നത് തന്നെയാണ്. ഗോൾഡൻ വിത്ത് ഒരു ബേജ് കളറിലേക്ക് വരുന്നതാണ് നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നി. സോ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വരുമെന്ന് കണ്ടു നോക്കിയല്ലോ.
ഫസ്റ്റ് ലെയർ നമ്മൾ ബേജാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഹൈലൈറ്റിംഗ് ആയിട്ട്. അത് അടുത്ത വെയിൻസ് നമ്മൾ നേരെ തിരിച്ചാണ് ഷീറ്റ് വെക്കുന്നത്, ഗോൾഡൻ കളറാണ്. അങ്ങനെ മിക്സഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി എലഗൻ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ലൈക്കിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ റിവ്യൂസാണ് നമ്മുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയാണ്, അതുകൊണ്ടാണ് ഈ ലോങ് വീഡിയോ മെയിനായിട്ട് ഇല്ലാത്തത്. പല ക്രാഫ്റ്റേഴ്സിൻ്റെ പോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വോയിസ് ഇടുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ നമ്മുടെ സൗണ്ട് മാത്രം എന്താ ഇങ്ങനെയെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഓൺ വോയിസ് വീഡിയോ വളരെ കുറയുന്നത്. പൊതുവെ അൽഗോരിതം വെച്ച് ഈ ഓൺ വോയിസ് വീഡിയോക്കാണ് റീച്ച് കൂടുതലെങ്കിലും നമ്മൾ മടിക്കണം, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാണ്ട് നമ്മൾ ഓൺ വോയിസ് റെക്കോർഡായിട്ടെല്ലാം ചെയ്ത് തരുന്നതാണ്. ഒരു ബൊക്കെ ഓൺലൈൻ ട്യൂട്ടോറിയൽ ക്ലാസ് ചെയ്താലോ എന്നുള്ളതുണ്ട്. ട്യൂട്ടോറിയലായിട്ട് നമ്മൾ വർക്ക്ഷോപ്പ് പോലെ ചെയ്താലോ. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഈ ഒരു ഏരിയയിൽ കാലിക്കറ്റ് മലപ്പുറം ഏരിയയിൽ വേണമെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ഓഫ്ലൈനായിട്ട് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. പക്ഷേ ഓൺലൈനാണ് നമുക്ക് ഒന്നുകൂടി ആൾക്കാർ സൗകര്യം ഉണ്ടാവുക. കാരണം അധികം നമ്മൾ ഈ ഏരിയയിലുള്ളവരാണ് എല്ലാം എന്നല്ലോ. അതുകൊണ്ട് ഓൺലൈനായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ സെഷനിൽ അറിയിക്കുക. അപ്പോൾ മോർ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സജഷൻ ഇതുപോലെ ടവറിൻ്റെ വീഡിയോ, അതുപോലെ എന്തെങ്കിലും വീഡിയോസ് കൺഫ്യൂഷനോ എന്തെങ്കിലും സജഷൻസോ വേറെ ഏതെങ്കിലും വീഡിയോ വേണം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാമെന്നാണ്. നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് കണ്ടിന്യൂസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്യുന്നതാണ്. കണ്ടിട്ടാണല്ലോ ഫോൺ വിളിച്ചിന ബന്ധമുള്ളൂ. ഞാൻ വാങ്ങാൻ പോയില്ല. ഞാൻ വിളിച്ചു പറയുന്നു ഓൻ്റെ പെങ്ങക്ക വിളിച്ചത്, ഓളൊക്കെ കൊടുത്തേച്ചത്, ഓളടുത്ത് സ്റ്റാഫ് ചൂടാട്ടില്ല. ഓൻ ചൂടാട്ടില്ല. ഓള് ഓൻ്റെ പെങ്ങളല്ലേ. വേറെ ആൾ ആരോ ഒന്നും കൂടി പോകുന്നുണ്ടോ? പിള്ളേമക്കനെ വിളിച്ചാൽ ആരോ ഒരാളും കൂടി പോകും. അനിയോ നമ്മൾ 2 ബൊക്കേസ് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ടും കാണാൻ ഭയങ്കര ഭംഗി. ഒരു ഫ്രെയിമിൽ 2 വീഡിയോസ്, 2 ബൊക്കെ ഒരുപോലെ പ്രീമിയം ആയിട്ട് വരുമ്പോൾ കാണാൻ നല്ല ക്യൂട്ട് ആൻഡ് എലഗൻ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ നമുക്കിനി സ്റ്റിക്കർ ഒട്ടിക്കാനും റിബൺ കെട്ടാനുമാണ് ബാക്കിയുള്ളത്. അത് നമ്മൾ വഴി കാണിച്ചു തരുന്നതാണ്. നമ്മൾ സ്റ്റിക്കർ മൊത്തമായിട്ട് ഒരു എത്രയിൽ പ്രിൻ്റ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പറഞ്ഞ് വോയിസ് അടിച്ച് ചടപ്പിച്ചോ എന്നറിയില്ല. എങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കണ്ട. സ്റ്റേ ട്യൂൺ. ബൈ. താങ്ക് യു. ഇറ്റ്സ് ഫ്രം RTArmy1. നിങ്ങളുടെ സജഷൻസ് എല്ലാം അറിയിക്കാൻ വേണ്ടി മറക്കണ്ട. താങ്ക് യു. ബൈ.